നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്ന് ചേർന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. കാട്ടൂർ എടുത്തിരുത്തി TJ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ടെസ്സി ആൻഡ് ജോസ് അവർ രണ്ടുപേരും കൂടി ആരംഭിച്ച ഒരു സംരംഭമാണ്. നിർഭാഗ്യം എന്ന് പറയട്ടെ, ടെസ്സി ചേച്ചി ഈ ലോകം വിട്ടുപോയി. ഇപ്പോൾ ജോസേട്ടനാണ് ഈ സംരംഭം വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏകദേശം 2 വർഷം മുമ്പ് നമ്മുടെ ചാനലിൽ തന്നെ TJ പ്രോഡക്റ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ധാരാളം ആളുകൾ കാണുകയും ഈ പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. TJ പ്രോഡക്റ്റിൻ്റെ അപ്ഡേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഏകദേശം 7 വർഷം മുമ്പ് ദന്തവെളിച്ചെണ്ണ എന്ന് പറയുന്ന പ്രോഡക്റ്റുമായി വിപണിയിൽ വന്ന് ഏകദേശം 7 വർഷം കഴിയുമ്പോൾ 20ഓളം ഉപ പ്രോഡക്റ്റുമായിട്ടാണ് ഇന്ന് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒരു ഓവർവ്യൂ പറഞ്ഞോളൂ. ഇതാണ് നമ്മുടെ ഉരുക്കുളത്തെണ്ണയുടെ 100 മില്ലിയുടെ ബോട്ടിൽ. ഓക്കെ. അതേപോലെ ഇതിന്റെ നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിൽ നമ്മുടെ 500 ml ബോട്ടിലാണ്. ഇതിനിടയിൽ ഒരു 250 ml ബോട്ടിലുണ്ട്. പിന്നെ ചിലർ ചോദിക്കുമ്പോൾ നമ്മൾ 200 മില്ലിയുടെയും അതുപോലെ 100 മില്ലിയുടെ ഒക്കെ ട്രാൻസ്പാരന്റ് ബോട്ടിലുകളും കൊടുക്കാറുണ്ട്. 500 ബോട്ടിൽ നമ്മൾ ഈ ട്രാൻസ്പാരന്റ് ബോട്ടിൽ തന്നെയാണ് ആദ്യമേ മുതൽ. നമ്മളിപ്പോൾ 7 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ അത് അന്ന് മുതലുള്ളതാണ് ഞങ്ങളുടെ ഈ 500 മില്ലിയുടെ ബോട്ടിൽ. ഏറ്റവും ഡിമാൻഡുള്ള പ്രോഡക്റ്റ് അത് തന്നെയാണ്. അതെ 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 നമ്മുടെ മെയിൻ പ്രോഡക്റ്റും ഇത് തന്നെയാണല്ലോ. അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് ഏതൊക്കെയാണ്? ഇത് നമ്മൾ തേങ്ങ വറുത്തരച്ച സാമ്പാർ പൊടിയാണ്. ഇതിൽ നമ്മൾ ഇതിലൊന്നിലും നമ്മൾ പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ ലൈഫ് അല്പം കുറവാണ്. ലൈഫ് കുറവാന്ന് പറഞ്ഞാൽ എത്ര? അല്ല, ലൈഫ് കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസം ഇരിക്കും. പക്ഷേ ഞങ്ങൾ പറയും 3 മാസത്തിനുള്ള ഉപയോഗിച്ച് കഴിക്കാൻ പറഞ്ഞു. ഇതേപോലെ തന്നെയാണ് നമ്മുടെ മീറ്റ് മസാല. ഇത് തന്നെ നമ്മുടെ ഈ തേങ്ങ വറുത്തരച്ച മീറ്റ് മസാല, അതായത് നമ്മുടെ മസാല. പിന്നെ കൂട്ടുകറി ഉണ്ടാക്കുന്നുണ്ട്, കറിക്കൂട്ട് എന്ന് പറഞ്ഞിട്ട് വെജിറ്റബിളിന് വേണ്ടിയിട്ട്. നമ്മളിപ്പോ സാധാരണ കൂട്ടുകറി ഉണ്ടാക്കുമല്ലോ, കടലയും അതിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മള് ചെമ്മീൻ ചമ്മന്തിപ്പൊടി. ഇത് ശരിക്കും പറഞ്ഞാൽ പാലെടുക്കാത്ത തേങ്ങയാണ്, എന്നിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ചെമ്മീൻ്റെ തലയും പാലൊക്കെ കളഞ്ഞ് നല്ല ഭാഗം മാത്രം എടുക്കുന്നത് ചെമ്മീൻ ചമ്മന്തിപ്പൊടി. ഇത് വളരെ മൂവ്മെന്റ് ഉള്ള ഐറ്റാണ് കേട്ടോ, നല്ല മൂവിങ് ഉള്ള ഐറ്റാണ്. ഇതേപോലെ തന്നെ വെജിറ്റബിൾ ചമ്മന്തിപ്പൊടി, അതായത് ഇഡ്ഡലിയും ദോശയൊക്കെ കൂടെ കഴിക്കാവുന്ന സാധാ ചമ്മന്തിപ്പൊടി. പിന്നെ നമ്മുടെ കണ്ണൻകായപ്പൊടി കുട്ടികൾക്ക് ഇപ്പോൾ 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിച്ചു തുടങ്ങാവുന്ന കട്ടിയ ആഹാരമാണ്. അതേപോലെ ഏത്തക്കായപ്പൊടി. പിന്നെ ഇതൊക്കെ തന്നെ ഇതിന്റെ ഫ്ലാക്സ് ആയിട്ട് നമ്മൾ കൊടുക്കും. അത് കാരണം വെച്ചാൽ അവർക്ക് അതിൽ ഏലക്കായോ ഇനിയിപ്പോ നമ്മുടെ മുത്തങ്ങ എന്നൊക്കെ പറയും, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചേർത്ത് പൊടിക്കാൻ വേണ്ടിയിട്ട് പലരും ഫ്ലാക്സ് ആയിട്ട് കൊണ്ടുപോകുന്നത്. ഏതാണ് കൂടുതൽ ചെലവ് വരുന്നത്? നമുക്ക് പൊടിയാണ് കൂടുതൽ ചെലവ്, പൗഡർ ഫോമാണ് ചെലവ് കൂടുതൽ. പക്ഷേ എങ്കിലും ഇങ്ങനെ ചോദിക്കുന്നവർക്ക് നമ്മൾ അങ്ങനെയും കൊടുക്കും. അങ്ങനെ ഒരുപാട് പേര് കൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ പുല്ലുപൊടിയാണ്. ഇത് നമ്മുടെ പുല്ലിനെ റാഗിനെ മുളപ്പിച്ച് കഴുകി നമ്മളതിനെ മുളപ്പിക്കും. മുളപ്പിച്ചതിന് ശേഷം സ്പ്രൗട്ടഡ് ആയിട്ട് നമ്മളതിനെ ഉണക്കി പൊടിച്ചു കൊടുക്കുക. അതായത് വളരെ പ്രോട്ടീൻ സമൃദ്ധമാണ്. സാധാരണ റാഗിപ്പൊടി പോലെയല്ല, അതിന്റെ 4 ഇരട്ടി ഗുണം ചെയ്യും. അതേപോലെ നമ്മള് ചെയ്യുന്നതാണ് ലവ് ഡ്രോപ്സ് എന്ന് പറഞ്ഞിട്ട്. അതായത് നമുക്ക് റാഷസ് ഒക്കെ ഇപ്പൊ സ്നെയ്യൊക്കെ ഉപയോഗിച്ചിട്ട് റാഷസ് ഒക്കെ വരും. അപ്പൊ അങ്ങനെ അതുപോലെ ചില പ്രായമായ രോഗികള്, കിടപ്പ് രോഗികൾക്കൊക്കെ ദേഹത്ത് മറ്റേ സ്കിന്നിന് പൊട്ടുന്ന പ്രശ്നങ്ങൾ, അതിലൊക്കെ നമ്മളിത് ഉപയോഗിക്കാം. ഇതിൽ മെയിനായിട്ട് നമ്മൾ കുമ്പളങ്ങയും പിന്നെ നമ്മുടെ ഉരുക്കുവെളിച്ചെണ്ണയാണ്. കുമ്പളങ്ങയുടെ നീരാണ് അതിൽ ചേർത്തേക്കുന്നത്. അതുപോലെ ഇത് നമ്മൾ കണിക്കൊന്ന ചേർത്തിട്ടുള്ള ഉരുക്കുവെളിച്ചെണ്ണ, അത് ബേബി ഓയിലായിട്ട് യൂസ് ചെയ്യുക. അല്പം കളറൊക്കെ കുറവുള്ള കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാം, കുഴപ്പമില്ല, നല്ലതാണ്.
അതേപോലെ ഇതൊരു പെയിൻ ഓയിലാണ്, അത് കുറിക്കുളച്ചിനെ തന്നെയാണ് ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ ദന്തപ്പാല എടുത്തിട്ട് ദന്തപ്പാല തേൽ ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മള് താരനും അതുപോലെ ഈ സോറിയാസിസ്, സ്കിൻ ഡിസീസിന് ബെസ്റ്റ്. അതേപോലെ തന്നെ നമ്മുടെ ഒരു ഇതാണ് ഹെയർ ഓയിൽ. ഹെയർ ഓയിൽ സത്യത്തിൽ ഒരു 23 ഹെർബ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ഹെയർ ഓയിലാണ്. അതേപോലെ നമ്മുടെ സോപ്പ് ദിയ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൽ നമ്മുടെ സോപ്പ് ഇറക്കുന്നുണ്ട്. ഇതിൽ മെയിനായിട്ട് നമ്മുടെ 100 ഗ്രാമിന്റെ സോപ്പിൽ 100 മില്ലിയോളം നമ്മുടെ ഉൾപ്പെടുത്തുന്നത് ചേർന്നിട്ടുണ്ട്. ഒപ്പം നമ്മുടെ ചിരട്ടക്കരി, അതായത് ആക്ടിവേറ്റഡ് കാർബൺ, അതാണ് ഇതിന്റെ മെയിൻ കണ്ടന്റ്. ഇത് കുളിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീൽ ആയിരിക്കും നമുക്ക്. സ്കിന്നിന്റെ ടോണൊക്കെ ഒരൊറ്റ വാഷിൽ തന്നെ നമ്മുടെ മാറും, ചേഞ്ച് ആവും. ഇതിനൊരു 260 വരുന്നു, 100 ഗ്രാംസിന്. അതെ, ഇതില് 150 രൂപയുടെ നമ്മുടെ ഈ വെളിച്ചെണ്ണ തന്നെയാണ് ചേർന്നുള്ളത്. അതുകൊണ്ടാണ് ഇത് ഇത്തിരി കോസ്റ്റ്ലി. അത് നമുക്കിത് ഉപയോഗിച്ചാൽ അറിയാം, അതിന്റെ ഫീലിങ്സ് നമുക്ക് കിട്ടും. അതുപോലെ നമ്മൾ ഈ നെല്ലിക്ക, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പുതിന, വേപ്പില, മല്ലിയില, ഇതൊക്കെ കൂടാതെ കാന്താരി മുളക്, ഇതെല്ലാം ചേർത്തുണ്ടാക്കുന്ന ഒരു ഐറ്റാണ് ഈ നെല്ലിക്ക കാന്താരി സിറപ്പ്. ഇതിന്റെ എക്സ്പയറി ഡേറ്റ് എത്ര? ഇതിന് 3 മാസം തന്നെ. കാരണം ഇത് നമ്മള് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതുകൊണ്ട്, പിന്നെ ഇതിൽ നമ്മള് മറ്റേ മിനറൽ വാട്ടർ ഉപയോഗിക്കുന്ന കാരണം ഒരു 3 മാസം നമ്മൾ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം നമുക്ക്. അതുപോലെ നാളികേര വെള്ളത്തിന്റെ നമുക്കൊരു സ്ക്വാഷ് ഉണ്ട്, കോക്കനട്ട് ലെമണേഡ് എന്ന് പറയും. അത് ഇതുപോലെ തന്നെ ഒരു 2 സ്പൂൺ എടുത്ത് പച്ചവെള്ളം സോഡ ഒഴിച്ച് കഴിച്ചു കഴിഞ്ഞാൽ വളരെ എനർജി ഡ്രിങ്ക് ആണ്. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന മിക്കവാറും എല്ലാ പ്രോഡക്റ്റുകളും നേച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. അത് കാരണം എക്സ്പയറി ഡേറ്റ് അധികം ഉണ്ടാവില്ല, അത് ലോങ് ടൈമിൽ കൊടുക്കാൻ പറ്റില്ല, ആർട്ടിഫിഷ്യൽ സാധനങ്ങൾ ഇല്ലാത്ത കാരണം. അതെ അതെ. നമുക്ക് ഈ സ്ഥാപനത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായത്? നമ്മളത് ശരിക്കും പറഞ്ഞാൽ കുടുംബശ്രീയെ നമ്മളെ ശരിക്കും വളരെയധികം ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം കുടുംബശ്രീയുടെ കാരണത്തിലാണ് നമുക്ക് ഈ ബിൽഡിങ് കിട്ടിയത്. അതുപോലെ മറ്റുള്ള ഞങ്ങൾക്ക് ഇതിന് സബ്സിഡി ഒക്കെ കിട്ടിയിട്ടാണ് നമ്മൾ ഈ ഷെഡ് പണിത് അതെല്ലാം ഈ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടാക്കിയത്. കുടുംബശ്രീയുടെ ഒരു വലിയൊരു അതെ അതെ നല്ലൊരു സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഈ ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇപ്പൊ ചിലപ്പോ ഡീലർഷിപ്പോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എന്തെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ടാവും. ആരെങ്കിലും ഇപ്പൊ അതിന് താല്പര്യപ്പെട്ട് വരികയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. ഓൾ കേരള നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാം, കുഴപ്പമില്ല. കാരണം നമുക്ക് പ്രൊഡക്ഷൻ ഇവിടെ ഡെയിലി ഉണ്ട്. അപ്പൊ നമുക്ക് സീസൺ ആയിട്ടുള്ള നമ്മൾ പ്രൊഡക്ഷൻ ഡെയിലി പ്രൊഡക്ഷൻ അപ്പൊ കാരണം നമുക്ക് വേണ്ടത്ര. പിന്നെ മകളിപ്പോ ഇതിലേക്ക് കുറച്ച് ഇൻവോൾവായി വരുന്നുണ്ട്. അവർക്ക് കൂടുതൽ ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിനൊക്കെ ഒത്തിരി താല്പര്യമുള്ള കാരണം ഈ നമ്മൾ ഈ ചിരട്ടയെന്നൊക്കെ ഇതുപോലെ ഓരോ സംഭവങ്ങളൊക്കെ അതൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാന്നുള്ളൊരു പ്ലാനും കൂടി ഉണ്ട്. ഇതിൽ നിന്ന് വല്ല ഇങ്ങനെ പുതിയ ആർട്ട്പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നൊരു താല്പര്യം. ശരിക്കും പറഞ്ഞാല് നല്ല ഇതിന് ചെവിയൊക്കെ ആയിട്ടുള്ള ഒരു നാളാണ് ഇത്. നമ്മുടെ നാട്ടിലല്ല ശരിക്കും ഇത് പുറത്തെവിടുന്നുള്ളതാണ്. അത് ഞാൻ നാളെ എടുക്കുന്ന ഒരു പറമ്പില് ഒരു വലിയ വീട്ടിൽ വിൻസെന്റ് എന്ന് പറയും, പുള്ളിയുടെ പറമ്പിലുള്ള ഒരു പ്രത്യേക തെങ്ങ. ആ തെങ്ങുമ്പോൾ മുഴുവൻ ഉണ്ടാവുന്നത് ഇങ്ങനത്തെ തെങ്ങ. കുറച്ചുണ്ടാവുള്ളൂ, പക്ഷെ അത് എല്ലാത്തിനും അതുപോലെ ചെവിയും ഇതൊക്കെയുള്ള. ഞാൻ നാളെ ബോട്ടിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതൊരു ഗെയിൻ, അതായത് ജെയിൻ്റെ കോക്കനട്ടാണ് ഇത്. അതിനെപ്പറ്റി കൂടുതൽ അവർക്കും അറിയില്ല. പിന്നെ അച്ചാർ നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പോ കരിക്കൊക്കെ വരും ചിലപ്പോ, ഇതിലധികം മൂക്കാത്ത തേങ്ങ വരും. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ അതിന്റെ കോക്കനട്ട് അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തില് പലരും ഇപ്പൊ അത് കണ്ട് ചോദിച്ചു, നിങ്ങൾക്ക് മറ്റുള്ള അച്ചാർ ഉണ്ടാക്കി കൂടെ എന്ന് ചോദിച്ചപ്പോ പലർക്കും നോൺ വെജിനോട് താല്പര്യം കൂടുതൽ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു DJ പ്രൊഡക്ഷൻ്റെ തന്നെ ഒരു അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്. അത് അധികം ഫിഷും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഡിപ്പെൻസ് നമ്മുടെ സമയത്തിനനുസരിച്ച്. മീനൊക്കെ വില പലപ്പോഴും പല ജാതിയാണ്. അതുകൊണ്ട് 200 ഗ്രാമിന്റെ ഡബ്ബകളിലായിട്ട് നമ്മളിപ്പോ കൊടുക്കുന്നു. ജോസഫിന്റെ ഫാമിലിനെ കുറിച്ച് പറഞ്ഞോളൂ. എനിക്ക് മുമ്പ് അറിയാം, പേഴ്സണലായിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട്, എങ്കിൽ കൂടി നമ്മുടെ അതായത് 3 മക്കളാണ്.
മൂത്തത് മകനാണ്. മകനും ഫാമിലിയും അവർ UK ഇപ്പം. പിന്നെ അവൻ്റെ ഭാര്യ ഷെറിൻ, മകൻ ആദംസ്. അത് കഴിഞ്ഞ് മൂത്ത മകള് ഇവിടെ അടുത്ത് തന്നെ പുറത്തുശ്ശേരി എന്ന് പറയും. അവളുടെ ഹസ്ബൻഡ് ടോണി, അവർ ദുബായിൽ വർക്ക് ചെയ്യുന്നത്. അവർക്ക് 2 കുട്ടികൾ, ആഞ്ചലീന, ആഞ്ചോലി. അവരാണ് നമ്മുടെ ആദ്യത്തെ ഈ ആ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതിന്റെ പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെട്ട 2 പേര് അവരാണ്. നമ്മുടെ ആദ്യത്തെ മോഡൽസ് അവരാണ്. എനിക്ക് തോന്നുന്നു അവർക്ക് വേണ്ടിയാണ് ആദ്യമായിട്ട് നമ്മള് ഈ ആഞ്ചലീനയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പെണ്ണുന്ന വിളിക്കാൻ. അവൾക്ക് വേണ്ടി അവളെ ദേപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ ആരംഭിച്ചത്. കാരണം ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചപ്പോൾ നല്ല ഒറിജിനൽ സാധനം കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞങ്ങളോട് ഒരു ഹേമവാലി എന്ന് പറഞ്ഞിട്ട് ഡോക്ടറുണ്ട്, പുള്ളിക്കാരി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത് ഉണ്ടാക്കാൻ ആരംഭിച്ചത്. അപ്പൊ പിന്നെ അത് നമ്മളൊരു ഇതൊരു പ്രൊഫഷനാക്കി കൂടെ എന്ന് ചോദിച്ചപ്പോ പിന്നെ ഞങ്ങൾ എന്താ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ എങ്ങനെയാണ് ആരംഭിച്ചത്. പിന്നെ താഴെയുള്ളവള് അവൾക്ക് 2 ആൺകുട്ടികളാണ്. അവളുടെ ഹസ്ബൻഡിന്റെ പേര് സുനിൽ, അവര് കാക്കനാടാണ്. അവള് ദുബായ് സൗദിയിൽ വർക്ക് ചെയ്യുന്നു. അതെ, മൂത്ത മകൾക്കാണ് ഇപ്പൊ ഇവിടെ നാട്ടിലുള്ളൂ. അവൾക്ക് വരാൻ പറ്റുള്ളൂ. അവള് നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇതിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ കോൺടാക്ട് ഇൻഫർമേഷൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജോസ് അണ്ണായിട്ട് നേരിട്ട് സംസാരിച്ച് പ്രോഡക്റ്റിൻ്റെ വിശദ വിവരങ്ങൾ തരാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും. അതുവരെ സൈനിങ് ഓഫ് ജോബി ആന്റണി. താങ്ക് യു.